ലാ യൻഹാകുമുല്ലാഹു അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല അനില്ലദീന ഒരു കൂട്ടരെ കുറിച്ച്, അഥവാ മുശ്രിക്കുകളായ കുഫാറുകളായ ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല, തടയുന്നില്ല. എങ്ങനെയുള്ളവനാണ്? അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്ത കാഫിറുകളോട് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. എന്തു വിലക്കുന്നില്ല? അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു വിലക്കുന്നില്ല. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല. മാത്രമല്ല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു അൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവർ. ഇന്നമാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിലക്കുന്നത് അനില്ലദീന ഒരു കൂട്ടരോട് മാത്രമാണ്. അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, നിങ്ങളോട് ദീനിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുകയും, വഅഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും, വദാഹറൂ അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും, അവർ പരസ്പരം സഹായിച്ചു നിങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിൽ. അവരോട് അൻ തവല്ലൗഹും, അവരോട് നിങ്ങൾ ബന്ധം ചേർക്കുന്നതാണ് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നത്. അങ്ങനെ ഹർബിയായ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കുഫാറുകളോട് നിങ്ങളെ പുറത്താക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പാടില്ല, അത് നിങ്ങൾക്ക് പാടില്ല. ഹർബിയായ കാഫിർ അഥവാ മുസ്ലിമീങ്ങളെ ദീനിൻ്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യുകയും അവരെ പുറത്താക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്ത കാഫിറാണ് ഹർബിയായ കാഫിർ എന്ന് പറയുക. അവന് മറ്റുള്ള കാഫിറുകളെ പോലെയല്ല, അവൻ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അനുവദനീയമാണ്, നല്ലതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തതാണ്. വമയ്യ തവല്ലഹും, അവരോട് ആരാണോ ബന്ധം ചേർത്തത്, ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികൾ, അവർ തന്നെയാണ് ളാലിമുകൾ. ഈ ആയത്ത് മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരോടും ഒരു നിലക്കും ഒരു സഹകരണത്തിനും പാടില്ല എന്ന് പറയുന്നവർക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുമൊക്കെ എതിരായുള്ള വ്യക്തമായ തെളിവാണ്. ഇസ്ലാം എന്നാൽ കുഫാറുകളെ, ഒരു മുസ്ലിമീങ്ങളല്ലാത്തവരെ അവർക്കൊരു നീതിയും ചെയ്തു കൊടുക്കാനോ ഒരു നന്മയും ചെയ്തു കൊടുക്കാനോ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ദീനിലുള്ളത്, ഇസ്ലാമിലുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെതിരുള്ള വ്യക്തമായ അള്ളാഹുവിൻ്റെ ഖുർആനിലെ തെളിവാണ് ഈ ആയത്ത്. അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഖദിമത് ഉമ്മി വഹിയ മുശ്രിക, എൻ്റെ ഉമ്മ മുശ്രിക്കത്തായിരിക്കെ എൻ്റെ ഉമ്മ അസ്മാ റളിയല്ലാഹു, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ അസ്മാ ബിൻത് അബി ബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മു റുമാൻ, അവർ മുസ്ലിമത്തായിരുന്നു. ആയിഷയുടെ ഉമ്മ ഉമ്മു റുമാൻ, അവർ മുസ്ലിമത്തായിരുന്നു. അസ്മാഇൻ്റെ ഉമ്മ വേറെയാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വേറെ ഭാര്യയാണ്. അവർ വന്നു, മുശ്രിക്കത്തായിരുന്നു, മദീനയിലേക്ക് വന്നു. ഫി അഹദി ഖുറൈശിൻ ഇദ ആഹദു, ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് അസ്മാഇൻ്റെ അടുത്തേക്ക് വന്നു. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു, അവർ പല സമ്മാനങ്ങളൊക്കെ കൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ നോക്കണം, സ്വന്തം ഉമ്മയായിട്ടും നബിയോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഖദിമത് വഹിയ റാഗിബത്തുൻ അഫഅസിലുഹാ, എൻ്റെ ഉമ്മ എന്നോട് ബന്ധം ചേർക്കാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്, ഞാനവരോട് ബന്ധം ചേർക്കട്ടെ. നോക്കൂ സ്വന്തം ഉമ്മയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അവർ. ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, സിലി ഉമ്മക്, നിൻ്റെ ഉമ്മയോട് നീ ബന്ധം ചേർത്തുകൊള്ളുക. ഇത് മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഹർബിന് നിൽക്കാത്ത, യുദ്ധത്തിനോ അതുപോലെ അവരെ പുറത്താക്കാനോ നിൽക്കാത്ത കാഫിറുകൾ, മുസ്ലിമീങ്ങളല്ലാത്തവർ, അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. നീതി എല്ലാവരോടും പാലിക്കൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്, അത് ഖൈറായ കാര്യമാണ്, അതിന് പുണ്യമുണ്ട് മുസ്ലിമിന്. അതുപോലെ ഇസ്ലാമിലേക്ക് അവരുടെ കൽബ് ഇണക്കുക എന്ന കാര്യം കൂടി അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു മുഖ്സിത്തുകളെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്
അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. അൽ മുഖ്സിതൂന അലാ മനാബിർ മിൻ നൂരിൻ അൻ യമീനിൽ അർശ്. അൽ മുഖ്സിതൂന അലാ മനാബിർ മിൻ നൂരിൻ അൻ യമീനിൽ അർശ് الذين يعدلون في حكمهم وأهاليهم وما ولوا. നോക്കണം, അൽ മുഖ്സിതൂൻ, അള്ളാഹു മുഖ്സിത്തുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ, നീതി പാലിക്കുന്നവർ. അവർ പരലോകത്ത് അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിൻ്റെ വലിയ മിമ്പറുകളിൽ മേലായിരിക്കും. അൻ യമീനിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലതുഭാഗത്ത്. അവരാരാണ്? അല്ലദീന യഅദിലൂന ഫി ഹുക്മിഹിം, അവരുടെ തീർപ്പ് കൽപ്പിക്കലുകളിൽ അവർ വിധി പറയുന്നുണ്ടെങ്കിൽ അവരത് നീതി പാലിക്കും. വഅഹാലീഹിം, അവരുടെ കുടുംബത്തിൽ അവർ നീതി പാലിക്കും. വമാ വലു, അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ അതിലെല്ലാം നീതി പാലിക്കുന്നവർ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? പരലോകത്ത് വലിയ സ്ഥാനത്ത്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലതുഭാഗത്ത്, പ്രകാശത്തിൻ്റെ വലിയ മിമ്പറുകളിൽ, വലിയ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.